ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ പച്ചക്കറി അടിച്ചു മാറ്റാൻ വന്നതാണ് കേട്ടോ. പുള്ളിയോടെ ഇല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്, വരും. അപ്പോൾ നോക്കാം. പച്ചക്കറി അവൻ്റെ ഭയങ്കര കർഷകനാണ്. അവളുടെ പേര് പ്രതാപ്. നല്ല വെണ്ടയ്ക്ക അടിച്ചു മാറ്റാൻ വന്ന കേട്ടോ. എന്തൊക്കെ വെച്ചക്കണവർ നോക്കാം നമുക്ക്. നല്ല വെള്ള മുളക്, ചെണ്ടുമല്ലി, പയറ്. പ്രതാപോ ഓടിവായോ, അല്ലെങ്കിൽ ഞാൻ അതെല്ലാം പറിച്ചോണ്ടു പോകും. വാഴക്കൂമ്പ് കാണാനില്ല, അല്ലെങ്കിൽ വാഴക്കൂമ്പ് അടിച്ചു മാറ്റായിരുന്നു. പുള്ളി ഇതാ വരുന്നുണ്ട് കേട്ടോ. പുള്ളി നല്ല വരുന്നുണ്ട്. ഭയങ്കര കർഷകനാണ്. ഞങ്ങളെല്ലാം വെളിയിൽ വർക്ക് ചെയ്യുമ്പോൾ നാട്ടിലിരുന്ന് തന്നെ അധ്വാനം കേട്ടോ. കൃഷി ഞാനാണ്, ഞാൻ അതിൽ അഭിനന്ദിക്കുന്നു. എൻ്റെ കൃഷി നമ്മളെ ഭയങ്കര ശല്യം, പന്നിയും നയിൽ എന്നിവയുടെ ഭയങ്കര ശല്യമാണ്. ഒന്നും വെച്ചാൽ കിട്ടില്ല. ചെണ്ടുമല്ലി ഒന്നും നിൽക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം കേട്ടോ. ബാക്ക് സൈഡ് പറഞ്ഞാൽ ഇങ്ങനെ പോയി അവിടെ പാമ്പുണ്ടാവുമോ? അവിടെ ഒരു ചെറിയൊരു കിണറുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് കണ്ടോ? എന്താ മനോഹരത! ഇതാണ് ഈ ഞങ്ങളുടെ പാടത്താണ് ഇവിടുത്തെ. ചെണ്ടുമല്ലി, വെണ്ടയ്ക്കയാണ് മൊത്തം വെച്ചേക്കുന്നത് കേട്ടോ. വെണ്ടയ്ക്കയുണ്ട്, പിന്നെ പയറ്. ഇടയിലേക്ക് ചെണ്ടുമല്ലി വെക്കണതിന്, പച്ചക്കറീൻ്റെ ഇടയിൽ വെക്കണതിന് വേറെ ഒരു രഹസ്യമുണ്ട്. പ്രാണികളിനെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണെന്നൊരു നാട്ടറിവുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കൃഷിയിടത്തിൽ ചെണ്ടുമല്ലി അങ്ങനെ പൂക്കളുടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പൂക്കളല്ല ചെണ്ടുമല്ലി തന്നെ കൂടുതലും അതാ കണ്ടക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കറിക്കുള്ള വെണ്ടയ്ക്കയും പറിച്ചിട്ടേ ഞാൻ പോട്ടെ. ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.